അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ 4 മണിക്ക് തന്നെ നമ്മളെ ഷോപ്പ് തുറന്ന് അപ്പോഴൊക്കെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പുട്ട് ചുടുന്നുണ്ട് കാൽ ചായക്ക്. അങ്ങനെ എല്ലാവരും കാൽ ചായ കുടിക്കാൻ ഇതാ വന്നിട്ട് രാവിലെ കാൽ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും. ഇത് നമുക്ക് ഞായറാഴ്ച ദിവസമാണ്, ഇന്ന് സൺഡേ ദിവസം. ഇന്നൊരു 40 ആൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും കൊടുക്കാൻ ഓർഡർ തന്നിട്ട് ഇന്നലെ പെട്ടെന്ന് ഇന്ന് ലീവാക്കാൻ വിചാരിച്ചതാണ് ഞാൻ. പക്ഷെ പെട്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് നമുക്കൊരു 40 ആളെ ചോറും കറിയും വേണമെന്ന്. അതുകൊണ്ട് എന്താക്കി ഇന്ന് ഞായറാഴ്ച ദിവസം തുറന്ന് അങ്ങനെ ഞാൻ നല്ല തേങ്ങ വറുക്കുന്നു. ചിക്കൻ കറിക്ക് കറിവേപ്പും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നന്നായി തേങ്ങ വറുക്കുന്നുണ്ട്. പിന്നെ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന വീഡിയോ ഒന്നും ഇപ്പോൾ എടുക്കാനേ പറ്റുന്നില്ല. ഹോട്ടലിൽ കുറച്ച് തിരക്കില്ല ദിവസമാണ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും എൻ്റെ മരുമക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുഖം തന്നെ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ തേങ്ങ കുറേശ്ശെ ഇട്ടിട്ട് ഞാനിതാ ജ്യൂസ് മിഷീനിൽ അരക്കുന്നുണ്ട്. നമ്മളെ പുതിയൊരു അഗതി വന്നത് പറഞ്ഞില്ലേ, ഇതാണ് നമ്മളെ ഈസി കുക്ക്. നല്ല 900 വെച്ചാൽ കറണ്ട് പോവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഇട്ടിട്ടാകുമ്പം 900 വെക്കണം അത്ര. ഈ 900 ആകുമ്പോൾ നമുക്ക് 3 ഉറുപ്പ്യ ആകും അത്ര ഒരു ദിവസം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഇത് ഈസി കുക്ക് ഫിറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ചായയും ഞങ്ങൾ പുട്ടും എല്ലാം മുട്ട പുങ്ങൽ എല്ലാം ചെയ്യൽ. അപ്പോൾ എത്രയാണ് കറണ്ട് ബില്ല് വരുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ചായിട്ട് ഞാനിതാ തേങ്ങ വറുത്തരച്ചിട്ട് പാത്രത്തിലേക്ക് ചെരിയാൻ വേണ്ടിയിട്ട് പോകുന്നു. ചിക്കൻ അടുപ്പത്തായി. അങ്ങനെ എൻ്റെ മാപ്പിള കച്ചമ്പറാക്കി വെക്കുന്നു. തേങ്ങ കുറേശ്ശെ എടുത്ത് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. വറുത്ത തേങ്ങ കുറച്ചായിട്ട് ഇട്ടിട്ട് അരക്കുന്നുണ്ട്. അങ്ങനെ അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡിയായി. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വറുത്തിടണം, കറിവേപ്പ്. അടിപൊളി ചിക്കൻ കറി, നല്ല നെയ്ച്ചോറാണ് ഇന്ന്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിരിയാണിക്ക് മന്തിക്ക് ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് തലേന്ന് തന്നെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ഓർഡർ ചെയ്യണം. ഈ ഭക്ഷണം നമ്മൾ കൊണ്ടുപോകുന്നത് കൗകലപ്പള്ളി ഇത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അത് എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് ഒരാൾ അച്ചാർ കൊണ്ടുപോയതാണ്, ബീഫ് അച്ചാർ. അപ്പോൾ അതേ ആൾക്കാർ തന്നെ എനിക്ക് ചോറിന് ഓർഡർ തന്ന്. ശോഭട്ടി എന്നാണ് പേര് അവരെ. ശോഭട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. അവർ വിഷുവിന് ബിരിയാണി കൊണ്ടുപോയിട്ടുണ്ടായിനി. അപ്പോൾ അതേ അവരെന്നെ നമുക്ക് ഓർഡർ തന്നത്. അങ്ങനെ അറിഞ്ഞാൾ ഓരോരാൾക്ക് നമ്പർ കൊടുത്തിട്ട് ഓർഡർ വേണമെങ്കിൽ നമ്മളെ വിളിക്കുക. ഹോട്ടലിൻ്റെ പേര് SM ഹോട്ടലാണ്, മന്ത്ര റിസോർട്ട്, സിയാർത്തങ്കര പള്ളിയുടെ അടുത്ത്.
അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇതാ, ചിക്കൻ കറി അടുപ്പത്ത് വെച്ചു. തേങ്ങ വറുത്തരക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അടുപ്പത്താണ് വെക്കുന്നില്ലത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്യാസിന് ഭയങ്കര പൈസയല്ലേ. ഇവിടുത്തെ ഹോട്ടലിലത്തെ ഗ്യാസിന് 3200 റുപ്യ വേണം, വലിയ ഗ്യാസിന്. അപ്പം പിന്നെ 15 ദിവസമേ ഒരു ഗ്യാസ് നിൽക്കുന്നില്ല, 3200 റുപ്യ വേണം. അപ്പം നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം വെറുതെ ഇറക്കിയിട്ട് ഫുള്ള് അടുപ്പിൽ ചായ മാത്രം നമ്മൾ ഗ്യാസിൽ വെക്കും. പിന്നെ പുട്ടെല്ലാം ചുടുന്നുണ്ട്, നെയ്പ്പത്തെല്ലാം ചുടുന്നുണ്ട്, കറണ്ട് അടുപ്പ് വണിച്ചിട്ടുണ്ട്, അതിലേക്കാക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കച്ചവടമെല്ലാം നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. പിന്നെ വിശേഷം ഒരാളെ കിട്ടിയിട്ടുണ്ട് പണിക്ക്. ഇതുവരെ ഉണ്ടായ ആൾ ബീഫ് വെക്കുന്നു പറഞ്ഞിട്ട് മാറി. അവർക്ക് ബീഫ് വെച്ചുകൂടാ പറഞ്ഞ്. ഒരു അമ്പലത്തിൽ എന്തോ വിളക്ക് കത്തിക്കുന്നവരായിരുന്നു തന്നെയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു 3 മാസം വരെ നിന്നിനി. പിന്നെ നമ്മൾ ബീഫ് വെക്കുന്ന ടൈമിന് അവർ മാറി. അപ്പം ബീഫ് വെക്കാത്തവർ എന്തായാലും ഇവിടെ നിൽക്കൂലല്ലോ. നമുക്ക് ബീഫ് എന്തായാലും ഹോട്ടലിൽ വേണമല്ലോ, വെക്കണമല്ലോ. എപ്പോഴെങ്കിലും ബീഫ് വെക്കും. ഫുള്ള് ചിക്കൻ ബിരിയാണി തന്നെ. ഇന്നലെ ഫുള്ള് ചിക്കൻ ബിരിയാണി, ഇന്ന് നെയ്ച്ചോറ്, ചിക്കൻ കറി, അങ്ങനത്തെ അല്ല. ഇപ്പോൾ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട്, പണിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾ തന്നെ. രാവിലെ 8 മണിക്ക് വരും, വൈകുന്നേരം 5 മണിക്ക് പോകും. അപ്പോഴൊക്കെ എല്ലാ പണിയോൾ തയ്യാറാക്കി വെച്ചിട്ട് അവൾ പോകും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വേവണത്ര. അതിൻ്റെ ഇടയിൽ ചായക്ക് വന്നിട്ടാകുമ്പോൾ കടിയും ചായ എല്ലാം എടുത്തു കൊടുക്കാൻ നിൽക്കണം. ഞാൻ മൂച്ച കൊണ്ട് കൊടുക്കും, ഞാനെല്ലാം എടുത്തു കൊടുക്കാൻ നിൽക്കണം. പിന്നത് വിശേഷം. അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് കുക്കറിലിതാ, വലിയ കുക്കറാണ് ഇത്. 12 കിലോന് അരി നമുക്ക് ഇതിൽ സുഖമായിട്ട് വെക്കാം. ഇതിൻ്റെ ചെറുതും ഉണ്ട് നല്ല കറിയെല്ലാം വെക്കുന്നത്. പിന്നെന്ത് വിശേഷം. ഇവിടെ കുറേ ആൾക്കാർ ചായക്ക് വന്നിട്ടുണ്ട്, ചായ കൊടുക്കുന്ന ഒരു ഭാഗത്ത്. തിരക്ക് കൂടുതലായി. ഇന്ന് ഞായറാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ്. അങ്ങനെ എൻ്റെ മാപ്പിള ഇത് എനക്ക് കുക്കറിൻ്റെ മൂടിടാൻ പറ്റുന്നില്ല. അളക്കാൻ പറ്റുന്നില്ല, വലിയ കുക്കറായതുകൊണ്ട്. ഞാൻ നന്നായി മൂടിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു 2 വിസിലടിച്ചാൽ നല്ല അടിപൊളി നെയ്ച്ചോറാവും. ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും നമ്മൾ ഇതിൽ തന്നെ വെക്കൽ. വേഗം നമുക്ക് പണിയൊരുങ്ങും. അങ്ങനെ നമ്മളെ കുക്കർ വിസിലടിക്കട്ടെ. അങ്ങനെ നമ്മളെ നെയ്ച്ചോറിടെ റെഡിയായി. നെയ്ച്ചോറെല്ലാം ഇവിടെ റെഡിയായി. ഇനി ഞാൻ പാക്കറ്റാക്കിയിട്ട് വെക്കണം. ഇതെല്ലാം പാക്കറ്റാക്കണം, എന്നിട്ട് വേണം നമുക്ക് കൊണ്ടു കൊടുക്കാൻ. അങ്ങനെ നമ്മളെ ചോറിൻ്റെ എല്ലാം പണി കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കേങ്ങ് പൊരിച്ച് ഇട്ട് കൊടുക്കുന്ന മാപ്പിള അപ്പുറത്തുനിന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻ്റ് ഇടണം.
പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.